ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം 2024 ഫെബ്രുവരി 3-ാം തീയതി അപ്പനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും മാൾട്ടയിൽ വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അന്നേ ദിവസം അപ്പൻ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാവുകയും മരിക്കുമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. ഡോക്ടേഴ്സിനാവുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തെന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ന്യൂസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. കൊടുക്കുന്ന മരുന്നുകളും ഒന്നും ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം എന്നാണ് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം രാത്രിയായപ്പോൾ നമ്മളെ വീഡിയോ കോളിൽ വിളിക്കുകയും രോഗിലേപനം കൊടുക്കുകയും അന്ത്യകുദാശ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, മാതാവേ, അപ്പനെ തിരിച്ചു തരാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തോളാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആരോടും പറയുകയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്കങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി. അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്കൊരു ന്യൂസ് കിട്ടിയായിരുന്നു. അതായത് അപ്പം കോമന്ന് N2 ബോഡിയൊക്കെ മെഡിസിൻസിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് റിക്കവറീസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പിന്നീട് പെട്ടെന്ന് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും റിക്കവറായി നാട്ടിലെത്തുകയും പ്രോപ്പറായിട്ട് നടന്നു വന്നിട്ടാണ് അവിടെ നിന്ന് വന്നത്. എൻ്റെ പേര് ഡിൻസി. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് 3 മാസത്തോളം അവിടെ ഹോസ്പിറ്റൽ അഡ്മിഷനായിരുന്നു. പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കണ്ണ് പോലും ഡെഡ് ഹൈ എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് കണ്ണൊക്കെ പെട്ടെന്ന് അനക്കി, കൈയും കാലും അനക്കി. ഉടനെ തന്നെ ആൾ സംസാരിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചു. വീഡിയോ കോളിൽ ഞങ്ങളായിട്ട് സംസാരിച്ചു. എൻ്റെ പേരും പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ മനസ്സിലായി. പിന്നെ ഇങ്ങോട്ടുള്ള ആളുടെ ഇതുകളൊക്കെ പെട്ടെന്ന് റിക്കവറി ആയിരുന്നു. അതിനുശേഷം നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു കൈക്കും ഒരു കാലിനും ചെറിയൊരു ഇതുണ്ടായിരുന്നു, നടക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ, നാട്ടിൽ വരുന്നതിന് മുമ്പ് ആൾക്ക് നടക്കാൻ സാധിക്കണേ എന്ന്. ആൾ 2024 മെയ് 28 നാട്ടിൽ വന്നപ്പോഴേക്കും ആൾ നടന്നു തുടങ്ങിയായിരുന്നു. പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നീട് ആളിലുള്ള എല്ലാ റിക്കവറികളും പെട്ടെന്നായതും. നാട്ടിൽ വന്ന ആർട്ടിഫിഷ്യൽ സ്കള്ളാണ് ആൾക്ക് വെച്ചേക്കുന്നത്. ആ സർജറിക്കുള്ള സമയത്തായാലും ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ഫുൾ ഇതായിട്ട് ആൾക്ക് കിട്ടത്തില്ല, എല്ലാ ഓർമ്മയ്ക്കോ കണ്ണിന് കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള സർജറികൾ നടത്തുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ആ സർജറി സ്കള്ള് വെച്ചു. 2024 ജൂലൈയിൽ ആൾക്ക് സ്കള്ള് വെച്ചു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ സർജറി സക്സസ് ആയി. എല്ലാ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ ഫുൾ ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഒക്ടോബറിൽ ഡിസ്കിൻ്റെ സർജറികൾ ചെയ്തായിരുന്നു. ആദ്യം ഹീഗോൾ സർജറി ചെയ്തു. 2025 ഫെബ്രുവരിയിൽ വീണ്ടും ഓപ്പൺ സർജറി ചെയ്തായിരുന്നു. എല്ലാ സർജറികളും സക്സസ് ആവുകയും അതിനുശേഷം ആൾക്കുണ്ടായിരുന്ന പെയിനുകളെല്ലാം ആൾക്ക് എന്ത് പെയിൻ വരുമ്പോഴായാലും ഞാൻ നെറ്റത്ത് കുരിശ് വരച്ച് വിശുദ്ധ തൈലം പൂശി, ഇവിടുത്തെ കൊണ്ടുവന്ന് വന്ന മാതാവിൻ്റെ തൈലം പൂശി ആൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എപ്പോൾ നോക്കിയാലും ആൾ നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും ആളുടെ കയ്യിലൊരു കൊന്തയുണ്ടാവും, എപ്പോഴും കൊന്ത ചെല്ലും. അപ്പോൾ ഞാൻ ചില സമയത്ത് ആളോട് പറയും, എപ്പോഴും ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കും. ചില സമയത്ത് എനിക്ക് ആൾക്കാർ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, ആളിങ്ങനെ കൊന്ത ചെല്ലുന്നു. പക്ഷേ എപ്പോഴും ആളുടെ കയ്യിലൊരു കൊന്ത സ്ഥിരം ഉണ്ടാവും. എവിടെയും കൊന്ത കയ്യിലുണ്ടാവും. ആൾ ഏത് നേരം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആൾ ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഫാമിലിയോടുകൂടെ വരാൻ ചാൻസ് ഞങ്ങൾക്ക് സാധിക്കണമെന്ന്. ഞാനും എൻ്റെ 2 മക്കളും ഹസ്ബൻഡും കൂടിയാണ് ഇന്ന് ഇവിടെ കൃപാസനത്തിൽ വരാൻ സാധിച്ചത്. അതുകൂടാതെ ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ ആൾ ജീപ്പും ബൈക്കും എല്ലാം വണ്ടി ഓടിക്കും, കാറും എല്ലാം ഓടിക്കും. ആൾക്ക് ഫുൾ ആരോഗ്യം തന്ന് ഞങ്ങളെ സഹായിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ വൈഫ് പറഞ്ഞിരുന്നു. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ ഒരിക്കൽ പോലും ഇന്ത്യ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച ആളല്ല. എൻ്റെ ഈ തലയുടെ ഈ പകുതി എൻ്റെ അല്ല. അതുപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ ഇവിടെ 2 വലിയ സർജറികൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഏകദേശം മരണത്തോട് അടുത്ത് നിന്ന ആളാണ്. അതിനുശേഷം
മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയ ആളെന്ന നിലയിൽ വേണം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതിന്